തിരുവനന്തപുരം ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. അതിലേക്ക് നമ്മുടെ രാജ്യം അഭയാർത്ഥികളായി എത്തുന്നവരോട് ഈ നിയമം വഴി മതപരമായ വേർതിരിവ് കാണിക്കുക, പൗരത്വം മതാടിസ്ഥാനത്തിൽ എന്നതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത. അത് എല്ലാവർക്കും തുല്യത ഉറപ്പു നൽകുന്ന ഭരണഘടനയ്ക്ക് എതിരായ ഒന്നാണ്. ഇതുകൊണ്ടാണ് ഈ നിയമ ഭേദഗതിയെ ലോകത്തെ പ്രധാന രാഷ്ട്രങ്ങളെല്ലാം എതിർത്തത്. ആ എതിർത്തവരുടെ കൂട്ടത്തിൽ ഉള്ള ഒരു രാഷ്ട്രം അമേരിക്കയാണ്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത രാജ്യമായി നിൽക്കാനാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. BJPയുടെ നയത്തിന്റെ ഭാഗമായി തന്നെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി ഇന്ത്യയെ മാറ്റുകയായിരുന്നു. അമേരിക്കക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അങ്ങനെ കിട്ടി എന്നത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. എന്നിട്ടും ഈ നടപടി അംഗീകരിക്കാൻ അമേരിക്കക്ക് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു ഇത് തീർത്തും അപലപനീയമാണ്. ഇങ്ങനെ ലോകരാഷ്ട്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഈ നിലയാണ് സ്വീകരിച്ചു വന്നത്. രാജ്യത്ത് എല്ലാവരും അതിനെതിർ. പക്ഷേ സാധാരണഗതിയിൽ എതിർക്കേണ്ട ഒരു കൂട്ടരിൽ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നതായി നമ്മൾ കണ്ടില്ല. 2019 ഈ നിയമഭേദഗതി വന്നപ്പോൾ ഡൽഹി വലിയ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായി മാറി. അവിടെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ കൂട്ടത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാരുണ്ടായി, സീതാറാം യെച്ചൂരിയും D. രാജയും. പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലുണ്ടായി. എന്നാൽ ഒരു കോൺഗ്രസ്സുകാരനെയും ആ വഴിക്ക് എവിടെയും കണ്ടില്ല. കോൺഗ്രസ് ആ പ്രതിഷേധത്തിൽ എവിടെയും ഉണ്ടായില്ല. തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ ആ പ്രതിഷേധത്തിന് നേരെ സംഘപരിവാർ ആക്രമണം കഴിച്ചു. നമ്മുടെ ഇവിടുന്ന് പോയ ഇടതുപക്ഷ MP-മാര്, അതേപോലെ ഇടതുപക്ഷ നേതാക്കള് എല്ലാം അത്തരം സ്ഥലങ്ങളിൽ ഓടിയെത്തുകയും ഇരകൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിന്റെ കൂട്ടത്തിലാണ് സീതാറാം യെച്ചൂരിയെ പ്രതിയാക്കി കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്തിയത്. ആ ഘട്ടത്തിലും കോൺഗ്രസിന്റെ ആരെയും എവിടെയും കണ്ടില്ല. എന്തുകൊണ്ടാണ്? സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന BJP ഗവൺമെന്റിന്റെ നയത്തെ എതിർക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കഴിയാത്തത്? ആ കാലത്താണ് കേരളം ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഈ നിയമഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആ പരിപാടിയോടൊപ്പം അണിനിരക്കാൻ തയ്യാറായി.
കാരണം സർക്കാർ എല്ലാവരെയും ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചത്. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു നാടാണ് നമ്മുടെ. ആ നാടിന് ഇത്തരമൊരു സമീപനം അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി അതിനെതിരെ അണിനിരന്നു. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും പങ്കെടുത്ത വലിയൊരു പ്രതിഷേധ സംഗമം നടന്നു. പ്രതിപക്ഷ നേതാക്കളും സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, വിവിധ സാമൂഹ്യ സംഘടനകൾ എല്ലാം അതിലണിനിരന്നു. അവിടെയും നിർത്താതെ സർവകക്ഷി യോഗം ചേർന്നു. ആ യോഗം ഈ നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർന്നു. അതിലും പ്രതിപക്ഷ നേതാക്കളും